തമിഴ്നാട് വാൽപ്പാറയിൽ ബൈക്ക് യാത്രക്കാരനെ കാട്ടുപോത്ത് ആക്രമിച്ചു. അപ്പർ പരപ്പാറ എസ്റ്റേറ്റ് തൊഴിലാളി സുരേഷ് കുമാറിനാണ് പരിക്കേറ്റത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, വാൽപ്പാറയിലാണ് ബൈക്ക് യാത്രക്കാരനെ കാട്ടുപോത്ത് ആക്രമിച്ചിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? ഈ ബൈക്ക് യാത്രക്കാരന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നമുക്കറിയാം, ഈ വാൽപ്പാറ മലക്കപ്പാറ മേഖലയിലൊക്കെ സ്ഥിരം വന്യമൃഗങ്ങളുടെ ആക്രമണം ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് ഇന്ന് വൈകിട്ടാണ് ഇത്തരത്തിൽ വാൽപ്പാറയിൽ ബൈക്ക് യാത്രക്കാരനെ കാട്ടുപോത്ത് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. അപ്പർ പരപ്പാറ എസ്റ്റേറ്റ് തൊഴിലാളിയായിട്ടുള്ള 54 വയസ്സുള്ള സുരേഷ് കുമാറിനാണ് ഇത്തരത്തിൽ ആക്രമണം നേരിടേണ്ടി വന്നത്. ഇയാൾ മോട്ടോർ ബൈക്കിൽ വാൽപ്പാറയിലേക്ക് വരികയായിരുന്നു. ഇതിനിടെയാണ് ഒറ്റയ്ക്ക് വന്ന ഒരു കാട്ടുപോത്ത് ഇയാളെ ആക്രമിച്ച് ഇടിച്ചിട്ടത്. നെറ്റിയിൽ ഉൾപ്പെടെ സാരമായി ഇയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ സംഭവം കണ്ട് ഓടിക്കൂടിയ ആളുകൾ ചേർന്ന് ഇയാളെ ഇപ്പോൾ വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്ക് ഗുരുതര പരിക്ക് അല്ലെങ്കിൽ കൂടി സാരമായി ഇയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. വാൽപ്പാറ പോലീസും അതുപോലെ തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ആശുപത്രിയിലെത്തി ഇയാളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും നിലവിൽ ഇയാൾ ഇവിടെ ചികിത്സയിൽ തന്നെയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വാൽപ്പാറ സർക്കാർ ആശുപത്രിയിലാണ് ഇദ്ദേഹം ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഈ മേഖലയിൽ നിരന്തരം വന്യമൃഗങ്ങളുടെ ആക്രമണം ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. പുലിയുടെ അതുപോലെ തന്നെ കാട്ടാനയുടെ ഒക്കെ ആക്രമണം ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ കാട്ടുപോത്ത് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഒരാളെ ഇത്തരത്തിൽ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. അനീഷ്, നമുക്കറിയാം ഈ വാൽപ്പാറയെല്ലാം കേന്ദ്രീകരിച്ച് നിരവധിയായിട്ടുള്ള ഈ വന്യജീവി ആക്രമണങ്ങളെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മറ്റാർക്കെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ? മറ്റൊരാൾക്കും ഇത്തരത്തിൽ അപകടം പറ്റിയിട്ടില്ല. കാരണം ഈ സുരേഷ് കുമാർ മാത്രമായിരുന്നു ബൈക്കിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇദ്ദേഹം വൈകിട്ടോടെ ഈ വാൽപ്പാറ ടൗണിലേക്ക് വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ കാട്ടുപോത്ത് ആക്രമിച്ചത്. നമുക്കറിയാം, നേരത്തെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇവിടെ നിരവധി തവണ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. കാട്ടാന അവിടുത്തെ ലയങ്ങളിൽ, തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിലൊക്കെ എത്തി ഈ ലയങ്ങൾ തകർക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വനംവകുപ്പും അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ വാക്കുതർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും ഒക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പുലിയുടെ ആക്രമണം സ്ഥിരമായി തോട്ടം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന തേയിലത്തോട്ടത്തിൽ ഉൾപ്പെടെ പുലിയുടെ ആക്രമണം പലതവണ ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്തയായിട്ടുള്ള സ്ഥലം കൂടിയാണ് ഈ വാൽപ്പാറ മലക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലം. നമുക്കറിയാം, കേരള തമിഴ്നാട് ബോർഡറാണ് ഈ പറയുന്ന സ്ഥലം. തമിഴ്നാട്ടിൽ വരുന്ന ഒരു കോയമ്പത്തൂർ ജില്ലയിൽ വരുന്ന സ്ഥലം കൂടിയാണ് ഇത്തരത്തിൽ ഈ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ കുറച്ച് നാളുകൾക്ക് മുൻപാണ് തേയിലത്തോട്ടത്തിൽ മക്കൾക്കൊപ്പം ഇതര സംസ്ഥാന തൊഴിലാളി തന്റെ മക്കൾക്കൊപ്പം തേയിലത്തോട്ടത്തിൽ നിൽക്കുമ്പോൾ അതിൽ നിന്നൊരു കൊച്ചുകുട്ടിയെ പുലി കടിച്ചു കൊണ്ടുപോയി കൊലപ്പെടുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് തമിഴ്നാട് വാൽപ്പാറയിലാണ് ബൈക്ക് യാത്രക്കാരനെ കാട്ടുപോത്ത് ആക്രമിച്ചത്. അപ്പർ പരപ്പാറ എസ്റ്റേറ്റ് തൊഴിലാളി സുരേഷ് കുമാറിനാണ് പരിക്കേറ്റത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി.